പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് RRBയുടെ NTPC എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അരിത്തമെറ്റിക് ആൻഡ് റീസണിങ് എന്ന ടോപ്പിക്ക് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ 50 ക്വസ്റ്റ്യനകത്തിൽ നിന്നും നമ്മൾ ഏകദേശം 30 ക്വസ്റ്റ്യനോളം അരിത്തമെറ്റിക്കും റീസണിങ്ങിൽ നിന്നും ഉള്ള ചോദ്യങ്ങളായിരുന്നു. ആദ്യത്തെ 50 ക്വസ്റ്റ്യനകത്തിൽ തന്നെ 30 അരിത്തമെറ്റിക്കും റീസണിങ്ങുമാണ്. അടുത്ത 50 ക്വസ്റ്റ്യനകത്തിലും ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക്കും റീസണിങ്ങും തന്നെയായിരിക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അരിത്തമെറ്റിക് ആൻഡ് റീസണിങ് എന്ന ചാപ്റ്റർ അല്ലെങ്കിൽ എന്ന ടോപ്പിക്ക് വൃത്തിയായി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ NTPC എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പം നല്ല രീതിയിലാണ് നമ്മൾ സാവധാനം ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് പ്ലസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, ഇൻറ്റു സ്റ്റാൻഡ് ഫോർ അഡിഷൻ, മൈനസ് സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ സ്റ്റാൻഡ് ഫോർ സബ്സ്ട്രാക്ഷൻ. എന്താ പറഞ്ഞേക്കുന്നത്? പ്ലസ് എന്ന് പറയുന്നത് ഡിവിഷനാണ്. പ്ലസ് എന്ന് പറയുന്നത് ഡിവിഷനാണ്. ഇൻറ്റു എന്ന് പറയുന്നത് അഡിഷനാണ്. ഇൻറ്റു എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അഡിഷനാണ്, പ്ലസ് ആണ്. മൈനസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനെയും ഡിവിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സബ്സ്ട്രാക്ഷനെയുമാണ്. എങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, ഇവിടെ കുറേ സൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ സൈൻ എല്ലാം മറ്റ് പല സൈനിനെയുമാണ് അല്ല മറ്റ് പല ഓപ്പറേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനകത്തിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. നമുക്ക് ഓരോ ഇക്വേഷനും എടുത്തിട്ട് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 5 - 3 + 2 × 4 ഡിവൈഡഡ് ബൈ 8 = 2 എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 5 മൈനസ് ആണ് അവിടെ കിടക്കുന്നത്. ആ മൈനസിന് പകരം എന്താ നമുക്ക് കൊടുക്കേണ്ടത്? ഇൻറ്റു ആണ് കൊടുക്കേണ്ടത്. ഇൻറ്റു 3. അടുത്ത പ്ലസ് ആണ് കിടക്കുന്നത്. പ്ലസ്സിന് പകരം എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ചെയ്യണം അല്ലേ? പ്ലസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4. ഇൻറ്റുവിന് പകരം നമ്മൾ പ്ലസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. +4 ഡിവൈഡഡ് ബൈ 8. ഡിവൈഡഡ് ബൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഡിവിഷന് പകരം മൈനസ് കൊടുക്കണം. -8 എന്ന് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യനകത്തിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനകത്ത് ഓപ്ഷനകത്ത് നമ്മൾക്ക് കൊടുത്തേക്കുന്ന ഓരോ സൈനിന് പകരവും ഇവർ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്ന റീപ്ലേസ് ചെയ്യാനുള്ള സൈനുകൾ നമ്മൾ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം നോക്കുക, നമ്മൾ ഇങ്ങനെ കുറേ ഓപ്പറേഷൻസ്, ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് ഒന്നിച്ച് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ ഏതാണ്? ബോഡ് മാസ് ആണ് അല്ലേ? ബോഡ് മാസ്. ഇതുവരെ ക്ലിയർ ആവാത്തവർക്ക് ബോഡ് മാസ് എന്താ? ബോഡ് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ അല്ലേ? എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ക്രിയക്കകത്ത് ബ്രാക്കറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല. അതിനുശേഷം ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് എന്ന് നമുക്കിങ്ങനെ എഴുതി തരും. ഓഫ് അങ്ങനെ എന്തെങ്കിലും ഓഫായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തിട്ടില്ല. അടുത്ത ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ഈ 4 ഓപ്പറേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. നോക്കിയേ, ഇവിടെ ഡിവിഷൻ വന്നേക്കുന്നത് 3 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ്. 3 ഡിവൈഡഡ് ബൈ 2 നമുക്ക് 3 ഡിവൈഡഡ് ബൈ 2 എത്രയാണെന്നറിയാം? 1.5 ആണെന്നറിയാം അല്ലേ? 1.5. ഓക്കെ ആണോ? ഡിവിഷൻ കഴിഞ്ഞു. അടുത്ത എന്താ? മൾട്ടിപ്ലിക്കേഷൻ. എന്താ? 5 × 1.5 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? 5 × 1.5. 5 × 1.5 എത്ര കിട്ടുമായിരിക്കും? 7.5 അല്ലേ? 7.5 എന്ന് കിട്ടും. 7.5 അല്ലേ? 7.5 എന്ന് കിട്ടി. അടുത്ത എന്തോ കൊടുത്തിരിക്കുന്നത്? അഡിഷൻ ചെയ്യാൻ, കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഈ 7.5 അപ്പോൾ ഇത്രയും എലമെൻറ്റ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 7.5 കിട്ടി. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? +4 ആഡ് ചെയ്യണം. +4 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7.5 + 4 നമുക്ക് കിട്ടും 11.5 എന്ന് കിട്ടും അല്ലേ? 11.5 11.5 എന്ന് കിട്ടും. 7.5 + 4 11.5. അതിൽ നിന്നും എത്ര കുറയ്ക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്? 8 കുറയ്ക്കണം. 11.5 നിന്നും എത്ര കുറയ്ക്കണം? 8 കുറയ്ക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. 8 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3.5 കിട്ടും. നമുക്ക് 11.5 നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ 3.5 കിട്ടും. 3.5 കിട്ടും. ഇതാണ് ഒന്നാമത്തെ ക്രിയ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.5 ആണ്. പക്ഷേ ഇവിടെ അവർ ആൻസർ ചെയ്തേക്കുന്നത് 2 എന്നാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഒന്നാമത്തെ ഇക്വേഷൻ തെറ്റാണ്. ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ചെക്ക് ചെയ്ത് മനസ്സിലായല്ലോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഇക്വേഷനകത്തിൽ ഇവർ ക്വസ്റ്റ്യനകത്ത് കൊടുത്തേക്കുന്ന
ഓപ്പറേഷൻസ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്പറേഷൻസ് ഇട്ട് കൊടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യനും എടുത്ത് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തെ ഓപ്ഷൻസ് നോക്കാം. രണ്ടാമത്തേനകത്ത് 5×3 ഫസ്റ്റ് കൊടുത്തേക്കുന്ന 5×3. ഓക്കെ, ഇൻറ്റുവിന് പകരം പ്ലസ് പറയണമെന്ന് പറഞ്ഞു. 5+3 +2 പ്ലസിന് പകരം നമ്മൾ എന്ത് ചേർക്കണം, ഡിവിഷൻ കൊടുക്കണം അല്ലേ, എന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ 2 -4 മൈനസിന് പകരം എന്ത് കൊടുക്കണം, ഇൻറ്റു കൊടുക്കണം, ×4. അടുത്ത ×8 ഇൻറ്റുവിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, +8 കൊടുക്കണം, +8. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ആദ്യം ഡിവിഷൻ ചെയ്യണം അല്ലേ, ബോർഡ് മാസ് ഉപയോഗിച്ച് ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്. 3/2 ഡിവിഷനെ നമുക്ക് 3/2 എന്ന് തന്നെ ഇട്ടേക്കാം. 3/2 നമ്മൾ ഡിവിഷൻ ചെയ്തു. അടുത്ത എന്താ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണ് അടുത്ത ചെയ്യേണ്ടത്. ×4 ആണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ×4 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്, ഈ 2ഉം 4ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, മേളിൽ 2 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ 2×3 6 കിട്ടി. 2×3 6. അപ്പം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കൂടെ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എത്രയായിട്ട് കിട്ടി, 6 എന്ന് കിട്ടി. അടുത്തത് ചെയ്യേണ്ടത് ഏതാ, അഡിഷനാണ്, കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത്. 6ൻ്റെ കൂടെ എത്ര കൂട്ടണം, 8 കൂട്ടണം അല്ലേ. 8ഉം കൂട്ടാനാണ് 5ഉം. ആദ്യമേ ഉള്ള 5ഉം എന്ത് ചെയ്യാനാ, പ്ലസ് ചെയ്യാനാ അല്ലേ. 5 + 6 11, 11 + 8 19, 11 + 8 19. ഓക്കെ, ഓപ്ഷനകത്ത് എത്ര തന്നേക്കുന്നത്, 19 തന്നെ. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്. ശരിയായിട്ടുള്ള ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനാണ്. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്, പറഞ്ഞാൽ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻ്റർചേഞ്ചസ് ഓഫ് സൈൻ വുഡ് മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്? ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ, 5 + 6 ഡിവൈഡഡ് ബൈ 3 -12 × 2 = 17. ഇനി പറയാണ്, താഴെ പറയുന്ന ഓരോ ഓപ്ഷനിലും ഓരോന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. എന്താ, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഓപ്ഷൻ പ്രകാരം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുക. എന്ന് വെച്ചാൽ ഡിവിഷൻ കിടക്കേണ്ടടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇടുക, മൾട്ടിപ്ലിക്കേഷൻ കിടക്കേണ്ടടുത്ത് ഡിവിഷൻ ഇടുക. അന്നേരമാണ് നമുക്ക് 17 കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 5 + 6 ഡിവൈഡഡ് ബൈ 3 -12 × 2 അല്ലേ. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. 6 ഡിവൈഡ് ബൈ ബോർഡ് മാസ് ആണല്ലേ, ആദ്യമേ അതങ്ങ് എഴുതി വെക്കുക, ബോർഡ് മാസ്. അപ്പം തെറ്റത്തില്ല, നമുക്ക് ബോർഡ് മാസ് എന്ന് എഴുതി വെച്ചു. ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. 6 ഡിവൈഡ് ബൈ 3 നമുക്കറിയാം ആൻസർ 2 എന്ന് കിട്ടും. ഇനി ഇൻറ്റു ചെയ്യണം അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, മൾട്ടിപ്പിൾ ചെയ്യണം. 12 × 2 24. ആദ്യമത്തെ 5 ഉണ്ട്. 5 + 2 7, 7 - 24, 7 - 24. 7 - 24 നമുക്ക് ആൻസർ കിട്ടുന്നത് എത്ര, -17 എന്നാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. ആൻസർ എത്ര കിട്ടും നമുക്ക്, -17 എന്നാണ് കിട്ടുന്നത്. 7ൽ നിന്നും 24 കുറച്ച് കഴിഞ്ഞാൽ -17 കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഇക്വേഷനകത്ത് എത്ര എന്നാണ് കൊടുത്തേക്കുന്നത്, 17 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ, ഈ ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷനും ഈ മൾട്ടിപ്പിളിന് പകരം ഡിവിഷനും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ശരിയാകുമോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്രയും ഭാഗം ഒന്ന് നോക്കിയേ. അത്രയും ഭാഗം എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് ആദ്യത്തെ ഓപ്ഷൻ പ്രകാരം ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ ഇൻറ്റു കൊടുക്കുക, ഇവിടെ ഡിവിഷൻ കൊടുക്കുക. ഇനി ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. നോക്കിയേ, ആദ്യം ഡിവിഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 2 ആൻസർ കിട്ടും 6. അത് കഴിഞ്ഞ് മൾട്ടിപ്പിൾ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് 6 × 3 6 × 3 18 അല്ലേ. ഇനി നോക്കിയേ, മൈനസ്, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട് അല്ലേ. നോക്കിയേ, 5 + 18 എത്ര, 18 × 5 23, 18 × 5 23, 23 - 6 ആൻസർ എത്ര കിട്ടും, 17 എന്ന് കിട്ടും. 23 - 6 17 എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഒന്നാമത്തെയാണ് കറക്റ്റ്. വേറെ ഒന്നും ചെയ്ത് നോക്കണ്ട, ഓപ്ഷൻ ഒന്നാമത്തെയാണ് നമ്മുടെ കറക്റ്റ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ പറഞ്ഞ് മനസ്സിലായോ? നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ ശരിയാകണമെങ്കിൽ ഇൻറ്റുവിന് പകരം ഡിവിഷൻ കൊടുക്കണം, ഡിവിഷന് പകരം ഇൻറ്റുവും കൊടുക്കണം. ഇത് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലാണ് ശരിയാവുക. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Bhushan buys an article at Rs 1,500 and sell it to Amit at Rs 2,000. Find the profit percentage of Bhushan. എന്താണ് പറഞ്ഞേക്കുന്നത്?
ബുഷൻ ഒരു സാധനം 1500 രൂപയ്ക്ക് വാങ്ങി. ബുഷൻ ഒരു സാധനം 1500 രൂപയ്ക്ക് വാങ്ങിയിട്ട് അമിതിനത് മറിച്ച് വിറ്റു. അമിതിനത് വിൽക്കുന്നത് 2000 രൂപയ്ക്കാണ്. 2000 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് വാങ്ങിയൊരു സാധനം 2000 രൂപയ്ക്ക് അമിതിന് മറിച്ച് വിറ്റപ്പോൾ എത്ര രൂപയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടിയത്? ലാഭശതമാനം കിട്ടിയത് എത്ര രൂപയാണ്? എന്താ ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ? എന്താ ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ലാഭം ഡിവൈഡഡ് ബൈ മുടക്കിയ മുതൽ ഇൻറ്റു 100. ഇതാണ് ലാഭശതമാനം കാണുന്ന ഇക്വേഷൻ അല്ലേ? ലാഭശതമാനം കാണുന്ന ഇക്വേഷൻ ലാഭം ഡിവൈഡഡ് ബൈ മുടക്കിയ മുതൽ ഇൻറ്റു 100 ആണ്. ഇവിടെ നോക്കിയ ലാഭം എത്ര രൂപയായിരിക്കും ലാഭം കിട്ടിയത്? നോക്കിയ 1500 രൂപയുടെ സാധനം 2000 രൂപയ്ക്ക് വിറ്റു. അധികമായിട്ട് കിട്ടിയത് എത്ര രൂപയാണ്? 500 രൂപയാണ് അധികമായിട്ട് കിട്ടിയത്. അധികമായിട്ട് കിട്ടിയ പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 500 രൂപയാണ്. ഈ 500 നമ്മുടെ ലാഭം. 500 ഡിവൈഡഡ് ബൈ മുടക്കിയ മുതൽ എത്ര രൂപയാണ് ആ സാധനത്തിന് വാങ്ങിയ വില എന്ന് പറയുന്നത്? 1500 ആണ് അല്ലേ? 1500 ഇൻറ്റു 100. ഓക്കെ ആണോ? ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 5 ഡിവൈഡ് ബൈ 15 അല്ലേ? രണ്ടിടത്ത് നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ മേളി 1 കിട്ടും, താഴെ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 100 ഡിവൈഡഡ് ബൈ 3, 100 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും നമുക്ക്? 33.333 എന്ന ആൻസർ കിട്ടും അല്ലേ? 33.333%. ഓക്കെ ആണോ? ഒന്നാമത്തെ. അപ്പോൾ ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ലാഭം ഡിവൈഡഡ് ബൈ മുടക്കുമുതൽ ഇൻറ്റു 100 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ടാപ്പ് ഈസ് റിട്ടൺ ആസ് 39 ആൻഡ് ലാപ്പ് ഈസ് റിട്ടൺ ആസ് 31. ഹൗ ഈസ് മാറ്റർ റിട്ടൺ ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്? നോക്കിയേ, എന്താതെ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലാത്തതാണ്, ഞാൻ അഡീഷണൽ ചേർത്തയാണ്. ABCDയുടെ വാല്യൂ എന്താ? ABCD എഴുതിയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ABCD എഴുതിയിട്ട് നിങ്ങൾ 1 2 3 എന്നും പറഞ്ഞ് അങ്ങോട്ടും എഴുതണം, തിരിച്ചും എഴുതണം. മനസ്സിലായോ? ഇങ്ങനെ ABCD എന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുതുക, ABCD Z വരെ എഴുതുക. എന്നിട്ട് 1 2 3 എന്നും പറഞ്ഞ് അങ്ങോട്ട് വാല്യൂ കൊടുക്കുക, Zന് 1 എന്നും പറഞ്ഞ് തിരിച്ചു വാല്യൂ കൊടുക്കുക. എന്ന് വെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് 1 2 3 എന്നും പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടും വാല്യൂ കൊടുക്കണം. അങ്ങനെ 2 രീതിയിലും വാല്യൂ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യാൻ തുടങ്ങുക. എന്താ പറഞ്ഞ? ടാപ്പിനെ എങ്ങനെ എഴുതിയ? 39 എന്ന് എഴുതിയല്ലേ? നോക്കിയേ, ടിയുടെ വാല്യൂ എന്താ ഇവിടെ? നമ്മൾ അങ്ങോട്ട് പോകുന്ന ഓർഡറിലാണ് പറയുന്നത്. എയ്ക്ക് 1 ബിക്ക് 2 അങ്ങനെ തുടങ്ങി ഇസഡിന് 26 എന്ന വാല്യൂ കിട്ടുന്ന രീതിയിൽ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് 1 2 എന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവുകയാണെന്നുള്ള വാല്യൂ ആണ് ഞാൻ എടുക്കുന്നത്. ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20. ടിയുടെ വാല്യൂ 20. കണ്ടോ? ടിക്ക് പറഞ്ഞ് എനിക്ക് 20 എന്ന് കൊടുക്കാൻ. ടിയുടെ വാല്യൂ 20. അടുത്ത എയുടെ വാല്യൂ നമുക്കറിയാം 1. പിയുടെ വാല്യൂ നോക്കിയേ, പി എന്തേ? ഓക്കെ, പിയുടെ വാല്യൂ നോക്കിയേ 16 അല്ലേ? 16 നോക്കിയേ, 20 + 1 + 16 കൂട്ടി നോക്കിയേ, എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. 20 + 1 21, 21 + 16 37 എന്ന് കിട്ടി അല്ലേ? 37 എത്രയാ? 37. പക്ഷേ നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത് എത്ര? 39 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 37 കിട്ടും. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 39 എന്നാണ്. 37ൻ്റെ കൂടെ 2 കൂട്ടിയാൽ നമുക്ക് ആരെ കിട്ടും? 39 കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ലെറ്റേഴ്സിൻ്റെ എല്ലാം സം എടുത്തതിന് ശേഷം +2 കൂട്ടി. ഓക്കെ, ലാപ്പ് എന്നുള്ളത് ചെയ്തു നോക്കാം. ലാപ്പ് അതേപോലെ കിട്ടുമോ നോക്കിയേ. ലാപ്പ് എൽ എന്ന് പറയുന്നത് എത്ര? എൽ 12. എൽ എന്ന് പറയുന്നത് 12 + എ എന്ന് പറയുന്ന 1, പി എന്ന് പറയുന്നത് 16 അല്ലേ? 12 + 1 13, 13 + 16 29 അല്ലേ? 29 എന്ന് കിട്ടി. 29 നോക്കിയേ, നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എത്ര? 31 എന്നാണ്. അതായത് 29ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ നമുക്ക് 31 കിട്ടി. കണ്ടോ? ഇവിടെയും 2 കൂട്ടി, ഇവിടെയും 2 കൂട്ടി. എന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത്, ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് എന്താ? നമ്പേഴ്സിൻ്റെ സം എടുക്കുക, ലെറ്റേഴ്സിൻ്റെ സം എടുക്കുക. ലെറ്റേഴ്സിൻ്റെ സം എടുത്തിട്ട് അതിൻ്റെ കൂടെ 2 കൂട്ടണം അല്ലേ? ലെറ്റേഴ്സിൻ്റെ സം എടുത്തിട്ട് 2 കൂട്ടണം. ഇനി എന്തിൻ്റെ നമുക്ക് കാണേണ്ടത്? മാറ്റ്. നോക്കിയേ, എമ്മിൻ്റെ വാല്യൂ എന്താണ്? എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 13 ആണ് അല്ലേ? എമ്മിൻ്റെ വാല്യൂ 13 + 1, എയുടെ വാല്യൂ 1, ടിയുടെ വാല്യൂ എത്ര? 20 അല്ലേ? 20 + 13 33 1 34 അല്ലേ? 34. ഇനി എത്ര കൂട്ടണം നമുക്ക് ഇതിൻ്റെ കൂടെ? 2 കൂട്ടണം. 34 + 2 36. ഓപ്ഷൻ എ. ഓക്കെ ആണോ പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ അഡ്ജസൻറ്റ് ആംഗിൾ ഓഫ് എ റോംബസ് ആർ ഇൻ ദ റേഷ്യോ 4:5. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജർ ആൻഡ് സ്മോളർ ആംഗിൾ. എന്താ ചോദിച്ചേക്കുന്നത്? ഒരു റോംബസിൻ്റെ, എന്താ റോംബസ്? നമ്മുടെ ചാനലിനകത്തിൽ റോംബസിൻ്റെ സാമാന്തരികത്തിൻ്റെ
ഫുൾ വീഡിയോ നമ്മൾ ചെയ്തതാണ്. ഒരു സാമാന്ത്രികത്തിനെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു. സാമാന്ത്രികത്തിൻ്റെ പ്രത്യേകത എന്ത്, സാമാന്ത്രികം എന്താണ് എന്നുള്ള പരിചയപ്പെടുത്തിക്കൊണ്ട് ഫുൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. റോംബസ് എന്ന് പറയുന്നത് ഇതാണ് റോംബസ്. ഇതിൻ്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇവിടുത്തെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അഡ്ജസൻ്റ് ആംഗിൾ, ഇത് രണ്ടുമാണ് അഡ്ജസൻ്റ് ആംഗിൾ എന്ന് വിചാരിക്കുക. അഡ്ജസൻ്റ് ആംഗിൾ എന്ന് വെച്ചാൽ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ആംഗിൾ അല്ലേ. എന്താ അഡ്ജസൻ്റ് ആംഗിളിൻ്റെ പ്രത്യേകത എന്താ? റോംബസിനകത്തിലെ അഡ്ജസൻ്റ് ആംഗിൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. അഡ്ജസൻ്റ് ആംഗിൾസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ആംഗിൾ തമ്മിലുള്ള റേഷ്യോ 4:5 ആണ്. 4:5 ആണ് ഈ രണ്ട് ആംഗിൾ തമ്മിലുള്ള റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ആംഗിൾ 4x ആണെങ്കിൽ രണ്ടാമത്തെ ആംഗിൾ 5x ആയിരിക്കും അല്ലേ. റേഷ്യോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനെയും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴായിരിക്കും നമുക്ക് റേഷ്യോ എന്ന് പറയുന്ന 4:5 കിട്ടുന്നത്. മനസ്സിലായോ? ഉദാഹരണം പറയുക, ഇത് എക്സ് ഇത് വൈ ആണെന്ന് വിചാരിക്കും. ഇത് എക്സും വൈയും ആണെങ്കിൽ ആ എക്സിനെയും വൈയെയും ഏതോ ഒരു കോമൺ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ആരെ കിട്ടിയത്? 4/5 എന്ന് കിട്ടുന്നത്. 4/5 എന്ന് കിട്ടുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ എക്സും വൈയും കിട്ടണമെങ്കിൽ ഈ 4നെ n കൊണ്ടും ഗുണിക്കണം, 5നെയും n കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? എക്സും വൈയും കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ അംശബന്ധത്തെ ഏതോ ഒരു കോമൺ നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് ആംഗിൾ കിട്ടും. അതുകൊണ്ട് ഞാൻ അതിനെ എക്സ് എന്ന കോമൺ നമ്പർ കൊണ്ട് ഗുണിക്കുന്നു. 4x എന്നും 5x എന്നും കിട്ടും. എനിക്ക് ആ രണ്ട് ആംഗിൾ അഡ്ജസ്റ്റൻ്റ് ആംഗിൾ എന്തായിട്ട് കിട്ടും? 4x എന്നും 5x എന്നും കിട്ടും. ഇനി നമുക്കറിയാം ഈ രണ്ട് ആംഗിൾ തമ്മിലുള്ള സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അഡ്ജസ്റ്റൻ്റ് ആംഗിളിൻ്റെ സമ്മ് റോംബസിനകത്തിലെ അഡ്ജസ്റ്റൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി. അഡ്ജസ്റ്റൻ്റ് ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 കിട്ടും അല്ലേ. 4x + 5x ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 180 കിട്ടും. നോക്കിയേ, 9x 4x + 5x എത്ര കിട്ടും? എനിക്ക് 9x എന്ന് കിട്ടും. 9x = 180. അതായത് x = 180 ഡിവൈഡഡ് ബൈ 9 = 20 എന്ന് കിട്ടും. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 20 എന്ന് കിട്ടും നമുക്ക്. 20 ഡിഗ്രി. എക്സ് എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. എക്സ് എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. എക്സ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 4 × x 4 × 20 80 എന്ന് കിട്ടും അല്ലേ. 4 8 80 എന്ന് കിട്ടും. രണ്ടാമത്തെ ആംഗിൾ നോക്കിയേ, 5 × 20 100 എന്ന് കിട്ടും അല്ലേ. 100 എന്ന് കിട്ടും. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? രണ്ട് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. 4x ഉം 5x ആയിരുന്നു നമ്മുടെ രണ്ട് ആംഗിളുകൾ. ആ രണ്ട് ആംഗിൾ കണ്ടുപിടിച്ചു. 80ഉം 100ഉമാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജർ ആൻഡ് സ്മോളർ ആംഗിൾ. ഈ വലിയ ആംഗിളിൽ നിന്നും ചെറിയ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ ആംഗിൾ 100 ആണ്. 100ൽ നിന്നും എന്ത് ചെയ്യുക? 80 കുറയ്ക്കുക. 100ൽ നിന്നും 80 കുറച്ചാൽ എത്ര ഡിഗ്രി കിട്ടും? 20 ഡിഗ്രി എന്ന് കിട്ടും. 20 ഡിഗ്രി. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഒരു സാമാന്ത്രികത്തിൻ്റെ ഒരു റോംബസിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. അതും കൂടെ പഠിച്ചു വെച്ചു. ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ റോ, സിന്ധു ഈസ് 15th ഫ്രം ഫ്രണ്ട് എൻഡ് ആൻഡ് മധു ഈസ് 10th ഫ്രം ബാക്ക് എൻഡ്. ഇഫ് ദേ ഇൻ്റർചേഞ്ച് ദെയർ പൊസിഷൻ ദേ ആർ 5% ബിറ്റ്വീൻ സിന്ധു ആൻഡ് മധു. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ ഇൻ ദ റോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വരിയിൽ ഇതൊരു വരിയാണെന്ന് വിചാരിക്കുക. ഈ വരിയിൽ ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്, അത് ബാക്ക് സൈഡ്. ഓക്കെ, ഫ്രണ്ടിൽ നിന്നും ഇൻ എ റോ സിന്ധു ഈസ് 15th ഫ്രം ഫ്രണ്ട് സൈഡ് അല്ലേ, ഫ്രണ്ട് എൻഡിൽ നിന്നും സിന്ധു 15ാമതാണ് എന്ന് വെച്ചാൽ ഇവിടെ നിന്നും 15ാമതാണ് ആര് നിൽക്കുന്നത്? സിന്ധു നിൽക്കുന്നത് 15ാമതാണ്. ഇനി ബാക്ക് സൈഡിൽ നിന്നും 10ാമതാണ് ആര് നിൽക്കുന്നത്? മധു നിൽക്കുന്നത് 10ാമതാണ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഫ്രണ്ട് എൻഡിൽ നിന്നും സിന്ധു നിൽക്കുന്നത് 15ാമതും ബാക്ക് സൈഡിൽ നിന്നും മധു നിൽക്കുന്നത് 10ാമതുമാണ്. ഇനി എന്താ പറഞ്ഞേ? ഇഫ് ദേ ഇൻ്റർചേഞ്ച് ദെയർ പൊസിഷൻ, ഇവരുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിൽ എന്ന് വെച്ചാൽ മധു ഇവിടെ വരുന്നു, സിന്ധു ഇവിടെ പോകുന്നു. അവരുടെ പൊസിഷൻ തമ്മിൽ മാറ്റി. ഇനി എന്താ പറയുന്നത്? അങ്ങനെ മാറ്റുമ്പോൾ ദെയർ ആർ 5% ബിറ്റ്വീൻ സിന്ധു ആൻഡ് മധു. സിന്ധുവിനും മധുവിനും ഇടയിൽ 5 പേരുണ്ട്. എത്ര പേരുണ്ട്? 5 പേരുണ്ട്. എങ്കിൽ ഈ വരിയിൽ മൊത്തം എത്ര പേരുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. മൊത്തം എത്ര പേരുണ്ട് ഈ വരിയിൽ? ഓക്കെ, നമ്മൾ ആദ്യം പറയുന്നത് ഫ്രണ്ട് സൈഡിൽ നിന്നും 15ാമത്തെ ആളാണ്
ഇപ്പോൾ സിന്ധു ആയാലും മധു ആയാലും നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്ന ഫ്രണ്ട് സൈഡിൽ നിന്ന് 15ാമതാണ്. അതിനർത്ഥം ഇവർക്ക് മുന്നിലായിട്ട് 14 പേരുണ്ട്. ഇവർക്ക് മുന്നിലായിട്ട് എത്ര പേരുണ്ട്? 14 പേരുണ്ട്. ഓക്കെ ആണോ? ഇവിടെ അതേപോലെ ബാക്ക് സൈഡിൽ നിന്നും 10ാമതാണ് ഇവർ നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഇവരുടെ പുറകിൽ ബാക്കി 9 പേരുണ്ട്. 9 പേരുണ്ടായതുകൊണ്ടാണല്ലോ 10ാമതായിട്ട് നമ്മൾ നിൽക്കേണ്ടി വരുന്നത്. അപ്പം ബാക്കിൽ 9 പേരുണ്ട്. ഇപ്പം മൊത്തത്തിൽ നോക്കിയേ, മൊത്തത്തിൽ ഈ വരയിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയേ. ഇതേ ഇവിടുന്ന് ഇവിടം വരെ 14 പേര്. ഓക്കെ, 14 പ്ലസ് സിന്ധു അല്ലെങ്കിൽ മധു, അവരിൽ ആരെങ്കിലും ഒരാൾ, സിന്ധു ഒരാൾ, ഒന്നൊന്ന് കൂട്ടാം അല്ലേ, +1 പ്ലസ് ഇവർക്കിടയിൽ 5 പേര് +5. ഇനി അത് കഴിഞ്ഞ് വീണ്ടും മധു ആയാലും സിന്ധു ആയാലും അവരിൽ ഒരാൾ നിൽപ്പുണ്ട് അല്ലേ, 10ാമതായിട്ട് ഒരാൾ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ആരുണ്ട്? 9 പേരുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? സിന്ധുവിനെയും മധുവിനെയും ഒഴിവാക്കില്ല, അവരും ഈ വരിയിൽ നിൽക്കുന്നതാണല്ലേ. അവരെ കൂട്ടാതാണ് നമ്മൾ പറയുന്നത്. അവർക്ക് മുന്നിൽ 14 പേരുണ്ട്, അവർക്ക് മുന്നിൽ 14 പേരുണ്ട്. അതേപോലെ അവർക്കിടയിൽ 5 പേരുണ്ട്, അന്നേരവും നമ്മൾ അവരെ കൂട്ടുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നു അവർക്ക് ശേഷം എത്ര പേരുണ്ട്? 9 പേരുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. അന്നേരവും അവരെ കൂട്ടിയില്ല. അപ്പം നമ്മൾ കൂട്ടാൻ നേരത്ത് 14ഉം 5ഉം 9ഉം കൂട്ടണം. അതിൻ്റെ കൂടെ സിന്ധുവിനെയും മധുവിനെയും കൂടെ കൂട്ടണം. അവർ രണ്ടുപേരെയും കൂടെ കൂട്ടണം. ഓക്കെ ആണോ? 9 + 1 10, 10ഉം 5ഉം 15, 15 + 1 16, 16 4 20ഉം 10ഉം 30 പേരുണ്ട്. ഈ വരിയിൽ 30 പേരുണ്ട്. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 16 വെയർ ആസ് HCF ആൻഡ് LCM ഓഫ് ദ നമ്പേഴ്സ് ആർ 12 ആൻഡ് 72 റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ദീസ് നമ്പേഴ്സ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 2 നമ്പേഴ്സിൻ്റെ സമ്മ് 60ആണ്. 2 നമ്പേഴ്സിൻ്റെ സമ്മ് 60ആണ്. ഞാൻ 2 നമ്പേഴ്സിനെ എ എന്നും ബി എന്നും എടുത്തു കഴിഞ്ഞാൽ ആ 2 നമ്പേഴ്സിൻ്റെ സമ്മെന്ന് പറയുന്നത് 60ആണ്. A + B എന്ന് പറയുന്നത് 60ആണ്. സോറി, A + B എന്ന് പറയുന്നത് 60ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? HCF ആൻഡ് LCM ഓഫ് ദി നമ്പേഴ്സ് ആർ 12 ആൻഡ് 72 റെസ്പെക്റ്റീവ്ലി. ഇവരുടെ HCFും A ആൻഡ് Bയുടെ HCFും LCMും പറഞ്ഞിട്ടുണ്ട്. HCF എത്രയാണ്? HCF 12 ആണ്. LCM എന്ന് പറയുന്നത് 72 ആണ്. ഫൈൻഡ് ദ സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ദീസ് നമ്പേഴ്സ്. എങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കലിൻ്റെ സം എടുക്കുക. ഓക്കെ ആണോ? നമ്മളൊരു ഫസ്റ്റ് കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട് 2 നമ്പേഴ്സ് തമ്മിലുള്ള സം 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെഴുതി. ഇനി നമുക്കൊരു കാര്യം അറിയാം. 2 നമ്പേഴ്സ് ഇപ്പോൾ എ എന്നും ബി എന്നും എടുത്തേക്കുന്ന 2 നമ്പേഴ്സ്, ഈ 2 നമ്പേഴ്സിൻ്റെ ഗുണനഫലം അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? LCM × HCFന് ഈക്വലാണ്. പഠിച്ചിട്ടുണ്ട്, HCFന് ഈക്വലാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. ഇതൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ നമ്മൾ നമ്പേഴ്സിനകത്ത് പരിചയപ്പെട്ടപ്പോൾ നമ്മൾ പഠിച്ചതാണ്. എന്താ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ LCMനും HCFനും ഈക്വലാണ്. എൻ്റെ LCMൻ്റെയും HCFൻ്റെയും ഗുണനഫലത്തിന് ഈക്വലാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. A × B എന്ന് പറയുന്നത് ഇവിടുത്തെ LCM 72 ആണ്, × 12 ആണ്, HCF 12 ആണ്. A × B എന്ന് പറയുന്നത് 72 × 12 ആണ്, 72 × 12 ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം A × B = 72 × 12 ആണ്, 72 × 12 ആണ്. അത് ഞാൻ അതിൽ നിന്ന് എഴുതി. ഓക്കെ ആണോ? ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ദീസ് നമ്പേഴ്സ്. A, B, ഈ 2 നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽ, എയുടെ റെസിപ്രോക്കൽ 1/A, ബിയുടെ റെസിപ്രോക്കൽ 1/B. ഇതിൻ്റെ സം എടുക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സം എന്ന് വെച്ചാൽ 1/A + 1/B എത്രയാണെന്നാണ് ചോദ്യം അല്ലേ. നമുക്കറിയാം 1/A + 1/B. നോക്കി 2 ഫ്രാക്ഷൻസ് കൂട്ടാൻ തന്നു കഴിഞ്ഞു. എന്ത് ചെയ്തു? ആദ്യം ക്രോസ് ചെയ്യണം അല്ലേ. +B അല്ല 1 × B, B പ്ലസ് 1 × A ഡിവൈഡഡ് ബൈ A × B അല്ലേ. ഇതാണ് ഫ്രാക്ഷൻ കൂട്ടുന്നത് അല്ലേ. നോക്കാം. B + A, ഇവിടെ B + A അല്ലെങ്കിൽ A + B എത്രയാണ് തന്നിട്ടുണ്ട്? 60 ആണെന്ന് തന്നിട്ടുണ്ട്. 60 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ AB എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 72 × 12 ആണെന്ന് തന്നിട്ടുണ്ട്. 72 × 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതേ നോക്കി 60ഉം 12ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എത്ര ഉണ്ട്? 5 ഉണ്ട്. 5 × 12 ആണ് 60. അപ്പം 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5 എന്ന് എഴുതാം, താഴെ 1 എന്ന് എഴുതാം. ഓക്കെ ആണോ? ആൻസർ നമുക്ക് കിട്ടി 5/72. ആൻസർ എത്രയാ? 5/72. ഇതേ നോക്കി 5/72. ഓക്കെ ആണോ? ആൻസർ കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ. ഫൈൻ (?) ഇൻ ദ ഗിവൺ എക്സ്പ്രഷൻ. താഴെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ? 12% ഓഫ്
1200 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 18% ഓഫ് 5400. എന്താ പറയുന്നത്? 1200 12% ഏതോ ഒരു സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ 5400 18% കിട്ടും. 18% കിട്ടും. ഇങ്ങോട്ട് നോക്കിയേ, സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയോ. 12% അല്ലേ? 1200 12% എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? 1200 ഇൻറ്റു 12% അല്ലേ? ശതമാനം തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 100 എടുക്കണം അല്ലേ? 12 ഡിവൈഡ് ബൈ 100. 1200 12% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പ്ലസ് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ മാർക്കിന് വരെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. എക്സ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 5400 18%. 18% നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 18/100. ഓക്കെ ആണല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എക്സ് ആണ് കാണേണ്ടത് അല്ലേ? എക്സ് കാണണമെങ്കിൽ ഇവിടെ കൂട്ടിയേക്കുന്ന ഈ നമ്പർ എന്ത് ചെയ്യണം? ഈക്വൽ ടുൻ്റെ മറു സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് കുറയ്ക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ മാറ്റി എഴുതാമല്ലോ. അതെ, 5400 0 ക്യാൻസൽ ചെയ്തു. ആൻസർ എത്ര കിട്ടും? 54 × 18. ഓക്കെ, ഈ പ്ലസ് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. ഈ പ്ലസ് നമ്പർ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. ഇവിടെ നോക്കിയാൽ 0 ക്യാൻസൽ ചെയ്ത് 12 × 12 12 × 12. ഇനി നോക്കി 54 × 18 972 മൈനസ് 12 × 12 144. ആൻസർ എത്ര കിട്ടും? 972 നിന്നും 144 കുറച്ച് കഴിഞ്ഞാൽ 828 എന്ന ആൻസർ കിട്ടും. 828, ഓപ്ഷൻ 3. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? സിമ്പിൾ അല്ലായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് ദ റിലേറ്റഡ് വേർഡ് ഫ്രം ദി ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. ബ്രെയിൻ ന്യൂറോളജി ഡാഷ് കാർഡിയോളജി. നോക്കിയേ, ബ്രെയിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ന്യൂറോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ് ബ്രെയിൻ എന്ന് പറയുന്നത് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലേ? നമുക്കറിയാം ബ്രെയിൻ എന്ന് പറയുന്നത് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹേർട്ടാണ് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹേർട്ട്, കാർഡിയോളജി. ഓക്കെ, ഇത് റീസണിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A metallic solid cuboid of side 44 cm, 32 cm and 36 cm melted and converted into some number of spheres of radius 12 cm. How many such spheres can be made with the metal? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ക്യൂബോയിഡ്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്യൂബോയിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്യൂബോയിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ സ്പിയറാക്കി മാറ്റുന്നു, ചെറിയ ഗോളങ്ങളാക്കി മാറ്റുന്നു. ഉരുക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ചെറിയ ഗോളങ്ങളാക്കി മാറ്റുന്നു. ഈ ക്യൂബോയിഡിൻ്റെ സൈഡ്സ് കൊടുത്തിട്ടുണ്ട് 44 cm, 32 cm, 36 cm. 44, 32, 36 cm ഉള്ള ഒരു ക്യൂബോയിഡ് നമ്മൾ ഉരുക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ചെറിയ സ്പിയേഴ്സ് ആക്കി മാറ്റുന്നുണ്ട്. സ്പിയേഴ്സിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് തന്നിട്ടുണ്ട് 12 cm എന്ന് തന്നിട്ടുണ്ട്. 12 cm. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ മെറ്റൽ പീസിനെ ഉരുക്കി എത്ര ചെറിയ സ്പിയേഴ്സ് ഉണ്ടാക്കാൻ കഴിയും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് സിമ്പിളായിട്ട് പറയാം. നമ്മൾ നമ്പർ ഓഫ് സ്പിയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞേക്കുന്നത്. എന്താ? വലിയൊരു ചതുരത്തിലെ ഒരു മെറ്റലിനെ, വലിയൊരു ചതുരക്കട്ടയെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഉരുക്കുന്നു അല്ലേ? മെറ്റൽ പീസിനെ നമ്മൾ ഉരുക്കി ചെറിയ ഗോളങ്ങളാക്കുക. അന്നേരം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. എന്താ? ക്യൂബോയിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. ക്യൂബോയിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. അതിനെ ഈ സ്പിയറിൻ്റെ വോളിയം വെച്ച്, സ്പിയറല്ലേ ചെറിയ സ്പിയർ ആക്കിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പിയറിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് സ്പിയേഴ്സ് കിട്ടും. മനസ്സിലായോ? നമുക്ക് ഉരുക്കേണ്ട വലിയ സാധനം ഉണ്ടല്ലോ, ഈ വലിയ സാധനത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. നമുക്ക് എത്രയായിട്ടാണ്, ഏത് സാധനമായിട്ടാണ് മാറ്റേണ്ടതെന്ന് നോക്കുക. ആ സാധനത്തിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് കിട്ടും. എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതേ നമുക്ക് നോക്കാം. ഉദാഹരണം പറയാം. നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. 10 രൂപയുടെ ഒരു നോട്ടുണ്ട്. 10 രൂപയുടെ നോട്ട്. ഓക്കെ, ഈ നോട്ട് മാറ്റിയിട്ട് നമുക്ക് 2 രൂപയുടെ തുട്ട് വാങ്ങണം. 2 രൂപയുടെ നാണയം വാങ്ങണം.
അല്ലേ? അപ്പോൾ എത്ര നാണയം കിട്ടുമായിരിക്കും? 10 രൂപയുടെ ഒരു നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 രൂപയുടെ എത്ര നാണയം കിട്ടും? എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ? 10/2 ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 5 എന്ന് കിട്ടും. 5 നാണയം കിട്ടും. 2ൻ്റെ 5 നാണയം കിട്ടും അല്ലേ? ആ 10ൻ്റെ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ 5 നാണയം കിട്ടും അല്ലേ? അതേപോലെ ഇവിടെ ഈ വലിയൊരു മെറ്റൽ പീസിനെ, വലിയൊരു ക്യൂബോയിഡിനെ ഈ ചെറിയ സ്പിയറിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര നമ്പേഴ്സ് സ്പിയേഴ്സ് കിട്ടുമെന്ന് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് ക്യൂബോയിഡിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? ക്യൂബോയിഡിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ, ക്യൂബോയിഡിൻ്റെ വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബി ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ചതുരത്തിൻ്റെയൊക്കെ ഏരിയ കാണാൻ എൽ ഇൻറ്റു ബി ആണ്. അതിന് കുറച്ച് പൊക്കം കൂടെ വെക്കുന്നതാണ് ക്യൂബോയിഡ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു ബിയും കൂടെ ചെയ്യണം. അപ്പോൾ വോളിയം നമുക്ക് കിട്ടും അല്ലേ? അപ്പം എന്തേ നോക്കിയാൽ 44 ഇൻറ്റു 32 ഇൻറ്റു 36. ഓക്കെ, അതങ്ങനെ നിർത്തിയേക്കുക. കാരണം ഇങ്ങനെ നിർത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെട്ടി കളയാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കുക. അടുത്ത നോക്കി, ഒരു സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇതിൻ്റെ ഇക്വേഷൻസ് അറിയത്തില്ലെങ്കിൽ നിങ്ങളിത് കുറിച്ചിട്ടേക്കുക. സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 4/3 πr ക്യൂബ്. 4/3 πr ക്യൂബ്. സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 4/3 πr ക്യൂബ്. 4/3 ഇൻറ്റു പൈ എന്ന് പറയുന്നത് എത്ര? വാല്യൂ കൊടുത്തിട്ടുണ്ട് 22 / 7 ഇൻറ്റു ആർ ക്യൂബ് എന്ന് വെച്ചാൽ 12ൻ്റെ ക്യൂബ്. ആർ എന്ന് പറയുന്നത് ഇവിടെ സ്പിയറിൻ്റെ റേഡിയസ് എത്ര കൊടുത്തിട്ടുണ്ട്? 12 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 12ൻ്റെ ക്യൂബ്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു ക്യൂബോയിഡിൻ്റെ വോളിയവും സ്പിയറിൻ്റെ വോളിയം തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ക്യൂബോയിഡിൻ്റെ വോളിയവും സ്പിയറിൻ്റെ വോളിയം തമ്മിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. നോക്കിയാൽ ക്യൂബോയിഡിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ സ്പിയറിൻ്റെ വോളിയം. അതുകൊണ്ട് നമുക്ക് ഈ 12ൻ്റെ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? 12 ഇൻറ്റു 12 എന്നങ്ങ് എഴുതാം. ഇവിടെ ഇട്ട് അങ്ങ് ചെയ്യുവാണേ. ഈ സ്ഥലത്തിട്ട് നമ്മളങ്ങ് ചെയ്യുക. അതോ നോക്കിയേ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 12നെയും 36നെയും തമ്മിലൊന്ന് ക്യാൻസൽ ചെയ്യാം. 12 ഡിവൈഡഡ് ബൈ 36 അല്ലേ? 12നെയും 36നെയും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 12 ഇൻറ്റു 3 ആണ് 36. 12 ഇൻറ്റു 3 36. ഓക്കെ ആണോ? 12 ഇൻറ്റു 3 36. ഇതേ നോക്കി, ഈ 3ഉം 12ഉം കൂടെ ഞാൻ ക്യാൻസൽ ചെയ്യാം. 3 ഡിവൈഡ് ബൈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1 കിട്ടും. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് 4 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഈ 4ഉം 44ഉം കൂടെ ഞാൻ വെട്ടുന്നു. എത്ര കൊണ്ട്? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 അവിടെ കിട്ടും. ഇവിടെ 1 എന്നും കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി വീണ്ടും 12ഉം 32ഉം വീണ്ടും ഞാൻ എത്ര ചെയ്യുന്നു? 2 കൊണ്ട് കട്ട് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 എന്ന് കിട്ടും. 32നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. ഓക്കെ ആണോ? വീണ്ടും ഞാൻ ഈ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 3 എന്ന് കിട്ടും. ഇവിടെ 8 എന്ന് കിട്ടും. ഇവിടെ 3 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി ബാക്കി കിട്ടിയതെല്ലാം കൂടെ ഒന്ന് എടുത്തെഴുതിയേ. മുകൾ ഭാഗത്ത് ആരൊക്കെയുണ്ട്? മുകൾ ഭാഗത്ത് 11 ഇൻറ്റു 8. താഴെ ആരൊക്കെയുണ്ട്? 4/3 ഇൻറ്റു 22 ഡിവൈഡ് ബൈ 7 ഇൻറ്റു ഒരു 3ഉം കൂടെ ഉണ്ട് അല്ലേ? ഇൻറ്റു 3. ഇത്രയും ആൾക്കാരാണുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെല്ലാം ഡിനോമിനേറ്ററിൽ കിടക്കുമല്ലേ? ഇവരെല്ലാം ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഈ 2 സാധനങ്ങളെ തമ്മിൽ നമുക്ക് ഇൻറ്റു ചെയ്യാം. 11 ഇൻറ്റു 8 ഇൻറ്റു ഇത് ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്താവും? 3/4 എന്നാവും. ഇൻറ്റു ഇത് 7/22 എന്നാവും. ഒരു 3യും കൂടെ ഉണ്ട് അല്ലേ? ഇൻറ്റു 3യും കൂടെ ഉണ്ട്. താഴെ ഇൻറ്റു 3 ഉണ്ട്. ഓക്കെ ആണോ? 1/3 ഇൻറ്റു 1/3യും കൂടെ ഉണ്ട്. ഇൻറ്റു 1/3 എന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിന് എല്ലാവരെയും നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ തിരിച്ചിടും അല്ലേ? ഇനി ഒന്ന് വെട്ടി നോക്കിയേ. 8ഉം 4ഉം ആയിട്ട് വെട്ടുന്നു 2 കൊണ്ട് അല്ലേ? 22ഉം 11ഉം കൊണ്ട് വെട്ടുന്നു. ഇവിടെയും 2. എത്ര? 11 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ 1 കിട്ടും. 22നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും അല്ലേ? ഈ 2ഉം ആയിട്ട് ക്യാൻസലായി പോകുന്നു. ഇവിടെ ഒരു 3 ഉണ്ട്. താഴെ ഒരു 3 ഉണ്ട്. ബാക്കി അവശേഷിക്കുന്ന ആര് മാത്രം? 7 മാത്രം. ഓക്കെ ആണോ? അപ്പോൾ എത്ര നമ്പേഴ്സ് ക്യൂബ് ഉണ്ട് ഇവിടെ? സ്പിയേഴ്സ് ഉണ്ട്. എത്ര നമ്പർ ഓഫ് സ്പിയേഴ്സ് നമുക്ക് കിട്ടി? 7 സ്പിയർ കിട്ടും. 7 സ്പിയർ. ഓക്കെ ആണോ? ഇങ്ങനെ വെട്ടി ക്യാൻസൽ ചെയ്യാൻ പഠിക്കുക കേട്ടോ. എപ്പോഴും ചെറുത് വെച്ച് വെട്ടി ഇങ്ങനെ പഠിക്കുക. അന്നേരം നമുക്ക് സ്പീഡ് കിട്ടും. നോക്കിയേ, മോഹൻ ഈസ് സ്റ്റാൻഡിങ് ഫേസിങ് ഈസ്റ്റ്. ഹീ ടേൺസ് 0 അല്ല 90 ഡിഗ്രി ആൻഡ് ഇൻ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഹീ ദെൻ ടേൺസ് 45 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. വിച്ച് ഡയറക്ഷൻ ഈസ് ഹീ ഫേസ് നൗ? എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ ഇന്നലെ നമ്മൾ ഈ കണക്ക് ചെയ്തപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. എന്താ? കഴിവതും നമ്മളിരിക്കുന്ന ഡയറക്ഷൻ വെച്ച് അല്ലെങ്കിൽ നമ്മൾ ആ ഡയറക്ഷനിലോട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ചെയ്യുക.
ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ? അറിയാത്തവർക്ക് പറയുകയാണ്, നമ്മുടെ ക്ലോക്ക് ഉണ്ടല്ലോ, ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയായാലും മിനിറ്റ് സൂചിയായാലും മണിക്കൂർ സൂചിയായാലും തിരിയുന്നത് ദേ ഇങ്ങോട്ടാണ് അല്ലേ, ഇങ്ങോട്ടാണ് ചലിക്കുന്നത്. ഇതിനെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വിളിക്കുന്നു. ഇതിന് ബാക്കിലോട്ട് തിരിയുന്നതിനെ ആൻറ്റി ക്ലോക്ക് വൈസ്, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് പോകുന്നതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നും വിളിക്കുന്നു. അതിനെ ഓപ്പോസിറ്റ് പോകുന്നതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഞാൻ താണ്ടെ അടയാളപ്പെടുത്തുകയാണ്. ദേ മോഹൻ ഈ സ്റ്റാൻഡിങ് ഫേസ് ഈസ്റ്റ്. ഈസ്റ്റിനെ ഫേസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്, ഈസ്റ്റ് വെസ്റ്റ് അല്ലേ, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആ ഡയറക്ഷനിൽ അങ്ങ് വരയ്ക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷനായി പോകും. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് വരച്ചു അല്ലേ. ഇനി പറഞ്ഞേക്കുന്നത് എന്തുവാ? മോഹൻ ദേ ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. മോഹൻ ഈസ്റ്റിനെ ഡയറക്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്, ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്താണ് ആരിരിക്കുന്നത്? മോഹൻ ഇരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞു ഹി ടേൺസ് 90 ഡിഗ്രി ഇൻ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഏതാ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ദേ ഇങ്ങനെ പോകുന്നതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകണം അല്ലേ. ഇങ്ങോട്ട് എത്ര ഡിഗ്രി പോയെന്നാണ് പറയുന്നത്? 90 ഡിഗ്രി പോയി. 90 ഡിഗ്രി എന്ന് പറയുന്നത് ദേ ഇങ്ങനെ വരും അല്ലേ. ഇതാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം എങ്ങോട്ടായിരിക്കും ഇരിക്കുന്നത്? നോർത്തിലേക്കായിരിക്കും ഇരിക്കുന്നത് അല്ലേ. ഈസ്റ്റിലോട്ടിരുന്ന അദ്ദേഹം 90 ഡിഗ്രി എന്ത് ചെയ്തു? തിരിഞ്ഞു. 90 ഡിഗ്രി തിരിഞ്ഞു എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങോട്ടായിരിക്കും ഫേസ് ഇരിക്കുന്നത്? നോർത്തിലേക്കാണ്. ഹി ദെൻ ടേൺസ് 45 ഡിഗ്രി. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? 45 ഡിഗ്രി തിരിഞ്ഞു. എങ്ങോട്ടേക്ക് തിരിഞ്ഞു? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. ഇങ്ങോട്ട് തിരിഞ്ഞതിന് ശേഷം നോർത്തിലിരിക്കുന്ന ഇപ്പോൾ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് തിരിഞ്ഞു. എത്ര ഡിഗ്രി? 45 ഡിഗ്രിയാണ് തിരിഞ്ഞത്. 45 എന്ന് വെച്ചാൽ 90 ഡിഗ്രിയുടെ പകുതി. ഇതാണ് 45 ഡിഗ്രി. ഇപ്പോൾ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മോഹൻ ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കിയാണ്. ആ പൊസിഷൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഫേസ് നൗ? ഇപ്പോൾ അദ്ദേഹം ഫേസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഈസ്റ്റിനും നോർത്തിനും ഇടയിൽ അല്ലേ. ഈസ്റ്റിനും നോർത്തിനും ഇടയിൽ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റിന് അല്ലെ, ഈസ്റ്റിനും നോർത്തിനും ഇടയിലാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായി?